മൂന്ന് സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു. കേരള, MG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ. KM ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, കുഫോസിന് പിന്നാലെയാണ് വീണ്ടും ഗവർണർക്ക് തിരിച്ചടിയുണ്ടാകുന്നത്. ഇപ്പോൾ ഈ മൂന്ന് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഉത്തരവിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർക്ക് തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ഫിഷറീസ് സർവകലാശാലയിൽ VC കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ മൂന്ന് സർവകലാശാലകളിൽ കൂടി സമാനമായ നീക്കം നടത്താനുള്ള ഗവർണറുടെ ആ നടപടിയും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരള, MG, മലയാളം സർവകലാശാലകളിൽ VCമാരെ കണ്ടെത്തുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒരു മാസത്തേക്ക് തന്നെയാണ് കോടതി സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ മൊത്തം 4 സർവകലാശാലകളിൽ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ ചാൻസലറുടെയും UGCയുടെയും പ്രതിനിധിയെ മാത്രം ഉൾപ്പെടുത്തി ഇങ്ങനെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സെനറ്റ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിലുള്ള വാദത്തിൽ കഴമ്പുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേ, അതായത് തൽക്കാലത്തേക്ക് ഗവർണറുടെ നടപടികൾ കോടതി തടഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ വിശദമായ വാദം കേൾക്കും. മാത്രമല്ല, ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് എന്താണ് അധികാരം എന്നത് സംബന്ധിച്ച് കോടതി ചോദിക്കുകയുണ്ടായി. ഇന്നലെ ഫിഷറീസ് സർവകലാശാലയുടെ കേസ് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ആ ചോദ്യം ചോദിച്ചത്. സമാനമായ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അധികാരം എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കാനായി 2 ആഴ്ചയ്ക്കകം അക്കാര്യത്തിലൊരു മറുപടി നൽകാൻ നിർദ്ദേശിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ചാൻസലറിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത മാസം 8-ന് ആണ് ഈ ഫിഷറീസ് സർവകലാശാല കേസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം ഈ 4 സർവകലാശാലകളിലെയും കേസ് പരിഗണിക്കും എന്നാണ് കരുതുന്നത്. ഇതിൽ മലയാളം, ഫിഷറീസ് സർവകലാശാലകളിൽ ഈ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് സർക്കാരാണ്. കേരള, MG സർവകലാശാലകളിൽ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് സെനറ്റ് അംഗങ്ങളുമാണ്. ഈ ഹർജികളെല്ലാം അടുത്ത മാസമായിരിക്കും ഇനി വിശദമായി കോടതി പരിഗണിക്കുകയും വാദം കേൾക്കുകയും ചെയ്യുക. ഉമേഷ്, ഇതിൽ ഏറ്റവും പ്രധാനം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ചാൻസലറുടെ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കോടതി കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുഫോസിന്റെ കേസിലും ഇന്നിപ്പോൾ ഈ 3 സർവകലാശാലയുടെ കേസുകളിലും കോടതി അത് തന്നെ ആവർത്തിക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാൻസലർക്ക് ഈ വിഷയത്തിലുള്ള അധികാരമാണ്. അപ്പോൾ അത്തരം നിർവചനത്തിലേക്ക് കൂടി കോടതി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കടക്കുന്നു എന്നുള്ളത് എത്രമാത്രം പ്രധാനമാണ്? വളരെ പ്രധാനമാണ് അസിത. കാരണം ഇത് എന്താണ് ഈ സർവകലാശാല നിയമത്തിൽ പറയുന്നത്, എന്താണ് UGC മാനദണ്ഡങ്ങൾ എന്താണ് എന്നതിലേക്കൊക്കെ വിശദമായി കോടതി കടക്കുകയാണ്. സർക്കാരും ഒപ്പം ഈ ഹർജിക്കാരായ സെനറ്റ് അംഗങ്ങളുമൊക്കെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ചാൻസലർക്ക് ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ്. അത് നിയമവിരുദ്ധമാണ്. കാരണം കേവലം 2 പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തി സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ ഇങ്ങനെ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് നിയമവിരുദ്ധമാണ്, സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്, അറിയിച്ചിട്ടുള്ളതാണ്. ഓരോ സർവകലാശാലയും പ്രവർത്തിക്കുന്ന സർവകലാശാല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരാണ് അത്തരത്തിൽ ഈ സർവകലാശാല ചട്ടങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചാൻസലറായ ഗവർണറുടേത് തൻ്റെ അധികാരപരിധി വിട്ടുള്ള കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി വിശദമായ വാദം കേൾക്കലിലേക്ക് കടക്കുമ്പോഴായിരിക്കും ആ നിയമത്തെ കൂടുതൽ വ്യാഖ്യാനിച്ച് എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് വശങ്ങൾ എന്നത് സംബന്ധിച്ച് കോടതി വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട അന്തിമ വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്യുക. അസിത, ഉമേഷ്, ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ തന്നെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഏകപക്ഷീയമായി ചാൻസലർക്ക് ആളുകളെ നിയമിക്കാനുള്ള അധികാരമില്ല എന്ന് മുൻപ് തന്നെ കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഗവർണറുടെ ഇപ്പോഴത്തെ നടപടി കോടതിയോടുള്ള വെല്ലുവിളി കൂടിയാകുന്നുണ്ട്. ആ നിലയിൽ കൂടിയാണോ കോടതി വിഷയത്തെ പരിഗണിക്കുന്നത്? ആ തരത്തിൽ കാണേണ്ടി വരും. കോടതി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. കാരണം
നിലവിൽ ഹർജിയുമായി കോടതിയെ സർക്കാരും ഒപ്പം സെനറ്റ് അംഗങ്ങളൊക്കെ സമീപിക്കുന്നു. ആ ഹർജിയിൽ പ്രാഥമികമായ ഒരു വാദം കേൾക്കുന്നു. ഈ ഹർജി സ്വീകരിക്കേണ്ടതാണോ അതോ ഫയൽ സ്വീകരിക്കാതെ തന്നെ തള്ളേണ്ടതാണോ എന്നൊരു പരിശോധനയാണ് കോടതി നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് കോടതി തിരിച്ചറിയുകയാണ്. കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് തന്നെ ഈ സർവകലാശാല നിയമമൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. സർക്കാരും ഹർജിക്കാരായ മറ്റ് സെനറ്റ് അംഗങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ചില വസ്തുതകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദമായി വാദം കേൾക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഫയൽ സ്വീകരിക്കുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഗവർണറുടെ നടപടി അത് കോടതി തടയുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഓരോ സർവകലാശാലകളിലും ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. അത് ശരിയല്ല എന്ന കോടതിക്കൊരു പ്രാഥമിക ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൽക്കാലത്തേക്ക് ആ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. 1 മാസത്തേക്കാണ് സ്റ്റേ. ഈ കോടതി ഇതിനിടയിൽ വാദം കേട്ടാലും ഇല്ലെങ്കിലുമൊക്കെ ആ സ്റ്റേ അതുപോലെ നിലനിൽക്കും എന്നുള്ളതാണ്. വിശദമായ വാദം കേട്ട് എന്താണോ കോടതി അവസാനമായി പറയുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും ഈ സെർച്ച് കമ്മിറ്റിയുടെ ഭാവി എന്ന് പറയുന്നത്. ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയുടെ ഭാവി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതല്ല ആ സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടാൻ കോടതി ഉത്തരവിടുന്ന അത്തരത്തിലൊരു വിധിയിലേക്കാണ് പോവുക എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലെ വിശദമായ വാദപ്രതിവാദങ്ങളിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ചാൻസലർ നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് സർക്കാരും ഹർജിക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് അതിലെ നിയമവിരുദ്ധത എന്ന് കൂടുതൽ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള അവസരം കൂടിയായി ഇതിനെ കണക്കാക്കാൻ കഴിയുകയും ചെയ്യും. ഉമേഷ്, ഇത്തരം ആശങ്കകൾ പ്രത്യേകിച്ചും ഈ UGC റെഗുലേഷനുമായി ബന്ധപ്പെട്ട ചാൻസലർക്കുള്ള അധികാര പരിധികൾ കൃത്യമായി പറയുന്നതാണ്. പക്ഷേ പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ പദവിയിലേക്ക് വന്നതിന് ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് സർവകലാശാല ഭേദഗതി ബിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ അതിൽ പോലും ഗവർണർ സ്വീകരിച്ച നിലപാട് വിമർശനാത്മകമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് ഒപ്പിടാതിരുന്ന ഗവർണറുടെ നടപടി, പിന്നീട് അത് ദീർഘനാൾ പിടിച്ചുവെച്ച ശേഷം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ഗവർണറുടെ ഇരട്ടത്താപ്പ്, ഇതൊക്കെയും ചേർത്ത് വെച്ച് വേണ്ടേ ഈ സാഹചര്യത്തെ വിശദീകരിക്കാൻ? തീർച്ചയായും ഈ ഗവർണർക്ക് ഈ വിഷയത്തിൽ മാത്രമല്ല തുടർച്ചയായി തിരിച്ചടികൾ ഗവർണർക്ക് കോടതിയിൽ നിന്ന് ഉണ്ടായത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് ഈ 2022 ഡിസംബർ 22 മുതൽ ഗവർണർക്ക് ഇങ്ങനെ തിരിച്ചടികൾ തുടർച്ചയായി നേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് 2022 ഡിസംബറിൽ കേരള സർവകലാശാല VCയെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ 1 മാസത്തിനകം നാമനിർദ്ദേശം ചെയ്യണം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണുണ്ടായി. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിൽ ഒന്നാമത്തെ തിരിച്ചടിയാണ് ഗവർണർക്ക് അന്ന് ഉണ്ടായത്. ഇതുകൂടാതെ കേരളത്തിലെ 11 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കാനുള്ള ഗവർണറുടെ നീക്കം തടഞ്ഞ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അത് സാങ്കേതിക സർവകലാശാലയ്ക്ക് മാത്രം ബാധകമായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് VCമാരെ രാജിവെക്കണം എന്ന ഗവർണറുടെ നിലപാടിനുള്ളൊരു തിരിച്ചടിയായിരുന്നു അന്ന് നേരിട്ടത്. അതിനുശേഷം 2021 മാർച്ച് 24 ഇത്തരത്തിൽ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയുണ്ടായി. മാർച്ച് 17 സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയും ബോർഡ് ഓഫ് ഗവേണേഴ്സിൻ്റെയും തീരുമാനം സസ്പെൻഡ് ചെയ്ത ചാൻസലറുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുന്നു. അങ്ങനെ തുടർച്ചയായി ഇത്തരത്തിൽ ചാൻസലറുടെ നടപടികൾ കോടതി തടയുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസും കൂടി പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. അതിലും വിശദമായ വാദത്തിലേക്കാണ് കോടതി കടക്കുന്നത്. ശരി, കുഫോസിന് പിന്നാലെ മറ്റു 3 സർവകലാശാലകളിലേക്ക് കൂടിയുള്ള സെർച്ച് കമ്മിറ്റിയിലെ ഗവർണറുടെ ശുപാർശ ഹൈക്കോടതി വിമർശനാത്മകമായി തന്നെ വിലയിരുത്തുകയാണ്. ഇതിൽ ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. മലയാളം MG കേരള സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നിയമനത്തിനാണ് കോടതിയുടെ സ്റ്റേ. വിവരങ്ങൾ നൽകിയത് KM ഉമേഷ്.